നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കലാഭവൻ മണി അന്തരിച്ചു. ചിരിയുടെ മണിക്കിലുക്കം മാഞ്ഞു. ഹാസ്യത്തിനും കണ്ണീരിനും അഭിനയ തികവുകൊണ്ട് പുതിയ അർത്ഥമെഴുതിയ നടൻ കലാഭവൻ മണി അന്തരിച്ചു. അപ്രതീക്ഷിത വിയോഗം രാത്രി 7:15 കൊച്ചി അമൃത ആശുപത്രിയിൽ. 45 വയസ്സായിരുന്നു. കരൾ രോഗം മൂലം 2 ദിവസം മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മണിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് മരണത്തിന് അല്പം മുൻപ്. നാടൻ പാട്ടുകളിൽ സ്വന്തം കണ്ണീരും ചിരിയും പകർന്നുവയ്ക്കുകയും സൂക്ഷ്മാഭിനയം കൊണ്ട് കരയിക്കുകയും കരുത്തുകൊണ്ട് വിസ്മയിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയുടെ നഷ്ടത്തിൽ അമ്പരന്ന് സിനിമാ ലോകം. 1995 അക്ഷരത്തിലെ ചെറുവേഷത്തിലൂടെ സിനിമയിലെത്തി. സല്ലാപത്തിലൂടെ ശ്രദ്ധേയനായ മണിയുടെ സൂക്ഷ്മാഭിനയ പാടവം വെളിപ്പെടുത്തിയത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. പിന്നീടങ്ങോട്ട് ഹാസ്യനടനായും സ്വഭാവ നടനായും ആക്ഷൻ ഹീറോയായും മലയാളത്തിൽ നിറഞ്ഞത് മണിയുടെ കാലം. കലാഭവൻ മിമിക്സ് പരേഡിലൂടെ അരങ്ങിൽ ചിരിലോകം പകർത്തിയ മണി അഭിനേതാവായി തിളങ്ങിയത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും. നടന വൈഭവത്തിന്റെ കരുത്തിൽ സംസ്ഥാന ദേശീയ ഫിലിം ജൂറിയുടെ പ്രത്യേക അവാർഡുകൾ നേടി. മണിയെ മരണം മടക്കി വിളിക്കുമ്പോൾ ഒഴിയുന്നത് സിനിമയിൽ പകരമില്ലാത്ത ഒരാൾ. സമവായം തേടി സഖാക്കൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള പ്രാഥമിക ചർച്ചകളിലേക്ക് കടക്കവേ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDF-ൽ തർക്കം. സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPM-ഉം CPI-യും. ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടതോടെ 10-ന് നടക്കുന്ന LDF യോഗത്തിനു ശേഷം വീണ്ടും ചർച്ച നടത്തുമെന്ന് കാനം രാജേന്ദ്രൻ. നിയമസഭാ സീറ്റിന്റെ കാര്യത്തിലും മുന്നണിയിൽ ആശയക്കുഴപ്പം. 2011-ൽ മത്സരിച്ച 27 സീറ്റിനു പുറമെ അധികമായി 3 സീറ്റ് വേണമെന്ന് ആവശ്യം. കേരള കോൺഗ്രസ് വിമതർ ആവശ്യപ്പെട്ട മൂവാറ്റുപുഴ അടക്കമുള്ള സീറ്റുകളിൽ ഉടൻ തീരുമാനം വേണമെന്നും CPI. അതേസമയം കണ്ണൂരിൽ K. സുധാകരനെതിരെ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യം രവീന്ദ്രനെ കളത്തിലിറക്കാൻ നീക്കം. CPM സ്ഥിരം മത്സരിക്കുന്ന മണ്ഡലം CPIക്ക് നൽകി പകരം ഇരിക്കൂർ ഏറ്റെടുക്കാനും ആലോചന. ന്യായം നിരത്തി മുഖ്യൻ. വിവാദ നിലം നികത്തൽ അനുമതിയിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. റവന്യൂ വകുപ്പ് അനുമതി നൽകിയത് മുൻ സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയ പദ്ധതിക്ക്. ഇത് മറച്ചുവെച്ചാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. നടപടിക്കെതിരെ സുധീരൻ അതൃപ്തി അറിയിച്ചിരുന്നുവെന്നും ഉമ്മൻചാണ്ടി. കായൽ നികത്തലിൽ കോടികളുടെ അഴിമതിയെന്ന് കോടിയേരി. LDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. മോടി കളയാൻ മോദിയില്ല. PF നികുതി വിവാദം മറികടക്കാൻ വഴിതേടി കേന്ദ്ര സർക്കാർ. പിൻവലിക്കുന്ന തുകയുടെ പലിശയ്ക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുകയോ 2016 ഏപ്രിൽ 1-ന് ശേഷം PF-ൽ അംഗമാകുന്നവർക്ക് മാത്രമായി നിർദ്ദേശം ബാധകമാക്കുകയോ ചെയ്യാൻ നീക്കം. തീരുമാനം പിൻവലിച്ചാൽ പ്രത്യേക ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരണമെന്നിരിക്കെ സർക്കാർ നിലപാട് നിർണായകമാകും. PF നികുതി പുനഃപരിശോധിക്കാൻ അരുൺ ജെയ്റ്റ്ലിക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം. നടപടി പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനും ആലോചന. അതേസമയം വിവാദ നിർദ്ദേശം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ. പവൻ 21,480 രൂപ. വെള്ളി ഗ്രാമിന് 39.92 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.